ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നേരത്തെ നമ്മൾ വാട്ട് ഉപയോഗിച്ച് കുറേയധികം ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഇപ്പം നമ്മൾ വെൻ ഉപയോഗിച്ച് കുറേയധികം ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ കുറേയധികം കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇവിടെയെല്ലാം ഞാൻ പ്രയോഗിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഗ്രാമർ റൂളൊന്നും പറയാതെ സാധാരണ നമ്മൾ എങ്ങനെയാണോ നമ്മളെ മാതൃഭാഷ പഠിച്ചത് അതുപോലെ നമുക്കിത് പഠിച്ചെടുക്കാം. അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഞാനിവിടെ നടത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം നിങ്ങൾക്ക് കിട്ടും. അതിനിടയ്ക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിയൂ. എത്ര ബുക്ക് വായിച്ചാലും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല. എത്ര ബുക്ക് വായിച്ചാലും നമുക്ക് നീന്താൻ കഴിയില്ല. അതെല്ലാം പ്രാക്ടിക്കലായി ചെയ്ത് പഠിച്ചാൽ മാത്രമേ പറ്റൂ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൻറ്റൻസുകൾ അതേപടി കാണാതെ പഠിക്കുക, എന്നിട്ടിത് പ്രാക്ടീസ് ചെയ്ത് ശീലിക്കുക. പയ്യെ നിങ്ങൾക്ക് കുറേയധികം ഇംഗ്ലീഷ് സംസാരിച്ച് ഒരു പേടിയും കൂടാതെ അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അതിന് ഞാൻ ഗ്യാരണ്ടി ചെയ്യും. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട്. ആദ്യം നമുക്ക് വാട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് വെന്നിലേക്ക് എത്തിച്ചേരാം. ഓക്കെ, വാട്ട് ഈസ് ദ ടൈം? എന്താണ് സമയം? ഐ വാണ്ട് ടു ഗോ ടു ബെഡ്. എനിക്ക് കിടക്കാൻ പോകേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ ഒരാളുണ്ടാവും, അടുത്താലും ചോദിക്കുന്നു വാട്ട് ഈസ് ടൈം? ഐ വാണ്ട് ടു ഗോ ടു ബെഡ്. അപ്പോൾ അടുത്തൊരു ചോദ്യം അവിടെ സ്വാഭാവികമായിട്ടും വരും. വെൻ ഡു യു ഗോ ടു ബെഡ്? എപ്പോൾ നിങ്ങൾ കിടക്കാൻ പോകും? അറ്റ് 10. അപ്പോൾ മറ്റേ ആൾ പറയും ഇറ്റ് ഈസ് 9 ഓൺലി. 9 മണി ആയേ ഉള്ളൂ. മനസ്സിലായല്ലോ? വെൻ ഡു യു ഗോ ടു ബെഡ്, ഇതാണ് എൻ്റെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ. പക്ഷേ നമ്മൾ സംസാരം വരുമ്പോഴത്തേക്ക് ഈ ഡു സാധാരണ നമ്മൾ ഉപയോഗിക്കാറില്ല. വെൻ യു ഗോ ടു ബെഡ് എന്നായിരിക്കും നമ്മൾ സാധാരണ ചോദിക്കുന്നത്. രണ്ട് രീതി ചോദിച്ചാലും മറ്റൊരാളുടെ കാര്യം മനസ്സിലാവും, നമുക്ക് സംസാരിക്കാനും പറ്റും. ഏതെങ്കിലും രീതിയിൽ നമ്മൾ ചോദിക്കും. രണ്ടാമത്തെ രീതിയായിരിക്കും കുറേ കൂട്ടം നമുക്ക് പ്രാക്ടിക്കലായി പറയാനായി എളുപ്പം. നെക്സ്റ്റ്, വെൻ ഈസ് ദി മുഹൂർത്തം? മുഹൂർത്തം എപ്പോഴാണ്? നമുക്ക് സാധാരണ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമല്ലേ. വെൻ ഈസ് ദ മുഹൂർത്തം? അറ്റ് 10:30 AM. 10:30 മുഹൂർത്തം. മറുപടി കിട്ടി. ഓ ഇറ്റ് ഈസ് 9. അപ്പോൾ നമ്മൾ വാച്ച് നോക്കി. ഓ ഇറ്റ് ഈസ് 9. 10:30 മുഹൂർത്തം. ഓ 9 ഇപ്പം എന്ത് പറ്റി? ഐ ഹാവ് ടു സ്റ്റാർട്ട് നൗ. എനിക്ക് ഇപ്പം തന്നെ പോകേണ്ടതുണ്ട്, എന്നാലേ നമുക്ക് സമയത്ത് അവിടെ എത്താൻ പറ്റൂ എന്നവൻ പറയുക. ഇറ്റ് ഈസ് 9. ഐ ഹാവ് ടു സ്റ്റാർട്ട് നൗ. ഹാവ് ടു ഞാൻ പല പ്രാവശ്യം പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ചെയ്യേണ്ടതുണ്ട് എന്നാണ് എൻ്റെ മീനിങ്. ഐ ഹാവ് ടു റൈറ്റ് എ ലെറ്റർ. എനിക്കൊരു ലെറ്റർ എഴുതേണ്ടതുണ്ട്. ഐ ഹാവ് ടു ഗോ ദെയർ. എനിക്കവിടെ പോകേണ്ടതുണ്ട്. അതിനകത്ത് ചെറിയൊരു നിർബന്ധമുണ്ട്. എനിക്കിവിടെ പോകേണ്ടതായ ഒരു അത്യാവശ്യമുണ്ടെന്നാണ് അത് കാണിക്കുന്നത്. ഐ ഹാവ് ടു സ്റ്റാർട്ട് നൗ. എനിക്കിപ്പോൾ തന്നെ പോകേണ്ടതുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ അത് നമുക്ക് പറഞ്ഞില്ലേ. വെൻ ഈസ് ദ മുഹൂർത്തം ചോദിച്ചപ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റി. അതേപോലെ കൊച്ചു കൊച്ചു സെൻറ്റൻസുകൾ പറയുക. ഇനി ഇത് തന്നെ എഴുതിയോടെ നോക്കാം. വെൻ ഈസ് നെക്സ്റ്റ് ട്രെയിൻ? എപ്പോഴാകുന്നു അടുത്ത ട്രെയിൻ? വെൻ ഈസ് നെക്സ്റ്റ് ബസ്? ഇതൊക്കെ നമുക്ക് കൗണ്ടറിൽ ചെന്ന് ചോദിച്ചൂടെ. വെൻ ഈസ് നെക്സ്റ്റ് ട്രെയിൻ? വെൻ ഈസ് നെക്സ്റ്റ് ബസ്? വെൻ ഇറ്റ് വിൽ റീച്ച് ദെയർ? അവിടെ അത് എപ്പോൾ എത്തും? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പം വാട്ട് പഠിച്ചു കഴിഞ്ഞ് വെന്നോട് ആകുമ്പോഴത്തേക്ക് കുറേയധികം കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ്, വെൻ വിൽ യു സീ ഹിം? അവനെ എപ്പോൾ കാണും? വെൻ വിൽ യു സീ ഹിം? അവിടെയും നമുക്ക് ഈ വില്ലിനെ ഒരു ചെറിയ കട്ടിങ് ആണ്. വെൻ യു സീ ഹിം, എപ്പോൾ നീ അവനെ കാണും എന്ന് നമുക്ക് ചോദിക്കാം. നെക്സ്റ്റ്, വെൻ വിൽ യു സീ മീ അഗൈൻ? നീ എപ്പോൾ എന്നെ വീണ്ടും കാണും? അപ്പോൾ മറ്റേ ആൾ പറയുന്നു ഐ ഡോണ്ട് നോ. എനിക്ക് അറിഞ്ഞൂടാ. വെൻ വിൽ യു സീ മീ അഗൈൻ? എന്നെ വീണ്ടും എപ്പോൾ കാണും? അതിനകത്ത് ആകെ എന്താണ്? ഒന്നുമില്ല, എല്ലാവരും നോക്കണം. സീ കാണുക, അഗൈൻ വീണ്ടും. നെക്സ്റ്റ്, വെൻ വിൽ യു ഗോ ദെയർ? എപ്പോൾ നിങ്ങൾ അവിടെ പോകും? വെൻ വിൽ യു ഗോ ദെയർ? സംശയമുണ്ടോ ആ ചോദ്യത്തിന്? ഒന്നുമില്ല. നമ്മൾ ഭാവിയായിട്ട് വരുന്ന ഒരു കാര്യം വരുമ്പോഴത്തേക്കാണ് അതിനകത്തൊരു വില്ല് കൂടി ചേർക്കുന്നത്. ഐ വിൽ ഗോ ദെയർ സൂൺ. ഞാനവിടെ ഉടൻ തന്നെ പോകും. സൂണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന്, ഉടൻ തന്നെ. ഇനി വേറെ ക്വസ്റ്റ്യൻ, വെൻ വിൽ യു കം ബാക്ക്? നിങ്ങൾ എപ്പോൾ തിരിച്ചു വരും? കം ബാക്ക് എന്ന് വെച്ചാൽ തിരിച്ചു വരിക. വെൻ വിൽ യു റിട്ടേൺ എന്നും ചോദിക്കാം.
അപ്പോൾ ഇത്രയും ഇതിനകത്ത് പഠിച്ചതിനിടയ്ക്ക് ഒരു കാര്യവും നമുക്ക് പാഠമുള്ളതായിട്ടില്ല. എല്ലാം സാധാരണ ഉപയോഗിക്കുന്ന കുഞ്ഞു കുഞ്ഞു വാക്കുകൾ. അപ്പം ഇങ്ങനെയുള്ളത് ഉപയോഗിച്ച് സംസാരിച്ച് ശീലിക്കുക, പ്രാക്ടീസ് ചെയ്ത് ശീലിക്കുക. ഒരു അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായി ഒന്നറിഞ്ഞിരിക്കുക. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടണ്ടേ. അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല, ഒരു സന്തോഷമേ ഉള്ളൂ. ഓക്കെ, ഞാൻ നടത്തുന്നു. ദിസ് ഈസ് ശ്രീകുമാർ സൈനിങ് ഓഫ്. Until meet again with another interesting video.